ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്ഥയിലും താലൂക്ക് ആശുപത്രിയിലും സാമൂഹ്യനീതി വകുപ്പിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഗുരുവായൂർ ദേവസ്ഥയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 1/10/2024 മുതൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷേത്രം സെക്യൂരിറ്റി ഓഫീസർമാർ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിയമന കാലാവധി 1/10/2024 മുതൽ 30/9/2025 കൂടി ഒരു വർഷത്തേക്കാണ്. ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലേക്ക് ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ വേതനം 27,300 രൂപയാണ്. അഡീഷണൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലേക്ക് 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ വേതനം 24,000 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റാണ്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ വേതനം 23,500 രൂപയാണ്. അടുത്തത് അഡീഷണൽ സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റിലേക്ക് 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രതിമാസ വേതനം 22,500 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി വരുന്നത് 1/1/2024 40 വയസ്സ് തികഞ്ഞവരും 60 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, അഡീഷണൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികകൾക്ക് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ റാങ്കിലോ അതിൽ കുറയാത്ത തസ്തികയിലോ നിന്ന് വിരമിച്ചവരും, സെക്യൂരിറ്റി ഓഫീസർ, അഡീഷണൽ സെക്യൂരിറ്റി ഓഫീസർ തസ്തികകൾക്ക് ഹവിൽദാർ റാങ്കിൽ കുറയാത്ത തസ്തികയിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാരുമായിരിക്കണം. സൈനിക സേവനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും മെഡിക്കൽ ഫിറ്റ്നസ്സിന് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഒരു ഗവൺമെൻറ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും നിർബന്ധമായും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്കും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. അടുത്തത് കോയ്മ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിയമന കാലാവധി 1/10/2024 മുതൽ 30/9/2025 കൂടി ഒരു വർഷത്തേക്കാണ്. 12 ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായം 1/1/2024 40 വയസ്സ് തികഞ്ഞവരും 55 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. യോഗ്യതകൾ ബ്രാഹ്മണരായ പുരുഷന്മാരും ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളിൽ അറിവും വിശ്വാസവും ഉള്ളവരായിരിക്കണം. മലയാളം എഴുതുവാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. കൂടാതെ ആരോഗ്യ ദൃഢഗാത്രരും അംഗവൈകല്യമില്ലാത്തവരും നല്ല കാഴ്ചശക്തിയും ഉള്ളവരായിരിക്കണം. നിലവിലുള്ള കോയ്മമാരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ഫോം ദേവസ്വം ഓഫീസിൽ നിന്ന് 236 രൂപ നിരക്കിൽ 27/7/2024 മുതൽ 17/8/2024 3 മണിവരെ ലഭിക്കുന്നതാണ്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത, രജിസ്റ്റർ നമ്പർ, സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും. ക്രമ നമ്പർ 1 വിഭാഗത്തിലെ അപേക്ഷകരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോം സൗജന്യമായി നൽകുന്നതാണ്. അപേക്ഷാ ഫോറം തപാൽ മാർഗം അയക്കുന്നതല്ല. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യതകൾ, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 എന്ന മേൽവിലാസത്തിൽ തപാലിലോ 23/8/2024 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് സമർപ്പിക്കേണ്ടതാണ്. ദേവസ്ഥയിൽ നിന്ന് നൽകുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാത്തതും മതിയായ രേഖകളില്ലാത്തതും അപൂർണവും അവ്യക്തവുമായതും യഥാസ്ഥാനത്ത് ഫോട്ടോ പതിക്കാത്തതും അതാത് തസ്തികകളിലേക്ക് ആവശ്യമായ യോഗ്യതകളില്ലാത്തതും നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് യാതൊരു കത്തിടപാടുകളും നടത്തുന്നതല്ല. വിശദ വിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലോ അറിയാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് സാമൂഹ്യനീതി വകുപ്പിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സാമൂഹ്യനീതി വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലേക്ക് നഴ്സുമാരെ നിയമിക്കുന്നുണ്ട്. കരാർ വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്കാണ് നിയമനം. പ്രായപരിധി 21-നും 50-നും മധ്യയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ANM അല്ലെങ്കിൽ GNM നഴ്സിംഗ് കോഴ്സ് പാസ്സായവരും കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളവരുമായിരിക്കണം. ക്ഷേമ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ശമ്പളം പ്രതിമാസം 24,520 രൂപയാണ് ലഭിക്കുക. ഇന്റർവ്യൂ നടക്കുന്നത് 14/8/2024 ബുധനാഴ്ച രാവിലെ 9:30-നാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം തിരുവനന്തപുരം ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് പൂജപ്പുരയിൽ എത്തേണ്ടതാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ്, ഇലക്ട്രീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 13 രാവിലെ 10 മണി മുതൽ 12 മണി വരെ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്കും ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കും 2 മുതൽ 4 വരെ ഫാർമസിസ്റ്റ് തസ്തികയിലേക്കുമുള്ള കൂടിക്കാഴ്ച നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.